രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് എങ്ങനെയാണ്? 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വീണതോടുകൂടിയാണ് സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ആവുന്നത്, അല്ലേ? നമുക്കറിയാം. അന്ന് തകർന്നു പോയ ഒരു രാജ്യത്തിൻ്റെ പേരാണ് ജപ്പാൻ ആണല്ലോ. നിങ്ങൾക്കൊരു യുദ്ധം തന്നാൽ തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ അവസ്ഥയാണ്. 2 അണുബോംബുകൾ വീണ ഒരു രാഷ്ട്രം. ആ 1945 ശേഷം 10-20 വർഷങ്ങൾക്ക് ശേഷം, അതായത് ഒരു 70s തന്നെ ജപ്പാനിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടി തുടങ്ങി സർ. അവർ ഉയർന്നു ഇല്ലേ? നമ്മൾ ഇന്ത്യയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ പറയും നമ്മൾ അതായതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി 47 ആയുള്ളൂ. ഒക്കെ ശരിയാണ്. 45 തകർന്ന് തരിപ്പണമായ ഒരു രാഷ്ട്രമായിരുന്നു ജപ്പാൻ. അവിടെ അവർ ബുള്ളറ്റ് ട്രെയിൻ ഓടിച്ചു. നരേന്ദ്രമോദി 2014 വന്നപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അടുത്ത വർഷം ബുള്ളറ്റ് ട്രെയിൻ ഓടാൻ പോവുക. വിഷൻ വേണം, എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് ഓടിപ്പോകണം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ പരിപാടികളും ഇലക്ഷൻ ഓറിയന്റഡ് ആയിരുന്നു. BJPയുടെ പരിപാടികളൊന്നും ഇലക്ഷൻ ഓറിയന്റഡ് അല്ല.